കള്ളപ്പണം നിയന്ത്രിക്കുന്നതിന് രാജ്യത്ത് ശേഷിക്കുന്ന പ്രധാന പ്രതിബന്ധം 2000-ന്റെ നോട്ടുകളാണെന്നാണ് വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ നിഗമനം. വലിയ തുകകളായി ശേഖരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനുമുള്ള സൗകര്യമാണ് ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 2000-ന്റെ നോട്ടുകൾ പിൻവലിക്കുക മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി. ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്ത് പ്രചാരത്തിലുള്ള നോട്ടുകളുടെ 35% വരും 2000-ന്റെ നോട്ടുകൾ. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഇവ പിൻവലിച്ചാൽ അത് രാജ്യത്ത് രണ്ടാം നോട്ട് നിരോധനത്തിന്റെ സാഹചര്യമാകും സൃഷ്ടിക്കുക. ഈ സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായി 2000-ന്റെ നോട്ടുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് പദ്ധതി. ഇതിന്റെ ആദ്യപടിയായി ATMകൾ വഴിയുള്ള 2000-ന്റെ നോട്ടുകളുടെ വിനിമയം അവസാനിപ്പിക്കും. പിൻവലിക്കുന്ന 2000-ന്റെ നോട്ടുകൾക്ക് സമാനമായ തുകയ്ക്ക് 500-ന്റെയും 100-ന്റെയും നോട്ടുകൾ ATMകളിൽ നിറയ്ക്കാനാണ് തീരുമാനം. ഇതാകുമ്പോൾ പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. പരോക്ഷമായി 2000-ന്റെ നോട്ട് ഏറെ വൈകാതെ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. റിസർവ് ബാങ്കിന്റെ ഈ നിർദ്ദേശത്തിന് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികകാര്യ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ 24-നോട് സ്ഥിരീകരിച്ചു. 2000-ന്റെ നോട്ടുകളുടെ വിനിമയം പൂർണ്ണമായി അവസാനിക്കുന്നതോടെ വലിയ തുകകളുടെ ഇടപാടുകൾ പൂർണ്ണമായും ബാങ്കുകൾ കേന്ദ്രീകരിച്ചാകുമെന്നാണ് റിസർവ് ബാങ്കിന്റെ പ്രതീക്ഷ. നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്തെ ATMകളിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയാണ് 2000-ന്റെ നോട്ടുകൾ വിതരണം ചെയ്തത്. പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ATMകളിൽ നിന്ന് ഘട്ടം ഘട്ടമായി 2000-ന്റെ നോട്ടുകൾ ക്രമീകരിക്കാനുള്ള ഈ സംവിധാനവും നീക്കം ചെയ്യും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. This is 24.